2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വിജയസാധ്യത കൂടുതൽ വെച്ചു പുലർത്തിയിരുന്ന 3 ലോക്സഭാ മണ്ഡലങ്ങൾ പത്തനംതിട്ടയും തൃശ്ശൂരും തിരുവനന്തപുരവുമായിരുന്നു. പക്ഷേ തൃശ്ശൂരും പത്തനംതിട്ടയിലും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു ബി.ജെ.പി. എന്നാൽ തിരുവനന്തപുരത്ത് അങ്ങനെയല്ല. തിരുവനന്തപുരത്ത് വിശ്വപൗരനായ ശശി തരൂരിനോടൊപ്പം ശക്തമായ മത്സരം കാഴ്ചവെക്കുവാൻ സാധിച്ച സ്ഥാനാർത്ഥിയാണ് കുമ്മനം രാജശേഖരൻ അഥവാ ബി.ജെ.പി. കോൺഗ്രസിനോട് ശക്തമായ മത്സരം നടത്തുവാൻ സാധിച്ചു ബി.ജെ.പിക്ക് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. അതിൻ്റെ കണക്കുകളും വ്യക്തമാണ്. ശശി തരൂരിന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് 4,16,131. കുമ്മനം രാജശേഖരന് 3,16,142. ശതമാനത്തിൽ ബി.ജെ.പിക്ക് നേരിയ കുറവുണ്ടായിട്ടുണ്ട് എങ്കിലും 2ാം സ്ഥാനത്തേക്ക് ബി.ജെ.പി കടന്നു വരികയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഇത്തവണ സ്ഥാനാർത്ഥി വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ ഒരു പേര്, ബി.ജെ.പി മുൻപോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥി ആദിത്യവർമ്മ. തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൻ്റെ രാജാംഗമായ രാജകുമാരനായ ആദിത്യവർമ്മ. ആ ആദിത്യവർമ്മ സ്ഥാനാർത്ഥിയായാൽ നിലവിൽ 2ാം സ്ഥാനത്ത് കിടക്കുന്ന ബി.ജെ.പിക്ക് ശശി തരൂരിനെ മറികടന്നുകൊണ്ട് 1ാം സ്ഥാനത്തേക്ക് വരാൻ സാധിക്കുമോ? അത് പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണ്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിക്കുന്ന വോട്ടുകൾ വിവിധ ഇടങ്ങളിൽ നിന്നാണ്. ഹൈന്ദവ ഭൂരിപക്ഷ പ്രദേശമായ തിരുവനന്തപുരത്ത്, രാജഭക്തി അത്രമേലുള്ള തിരുവനന്തപുരത്ത്, ഹിന്ദു നായർ വോട്ടുകൾ കൂടുതലുള്ള തിരുവനന്തപുരത്ത്, വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുടെ എലൈറ്റ് ക്ലാസ്സുകളുടെ വോട്ടുകൾ കൂടുതലുള്ള തിരുവനന്തപുരത്ത്, അതൊക്കെ ശശി തരൂരിന് ഗുണകരമായി നിന്ന കുറേ ഘടകങ്ങളാണ്. വിദ്യാഭ്യാസ യോഗ്യതയുള്ള എലൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ, ഹിന്ദുക്കളുടെ വോട്ടുകൾ, നായർ സമുദായത്തിൻ്റെ വോട്ടുകൾ, ഇവയെല്ലാം ശശി തരൂരിന് ലഭിച്ചിരുന്ന വോട്ടുകളാണ്. മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് രാജഭക്തി കൂടുതലാണ്. തിരുവിതാംകൂർ മഹാരാജാവിനോടുള്ള ഭക്തി അത്രമേൽ കൂടുതലാണ് തിരുവനന്തപുരത്തുകാർക്ക്. ഇവിടുത്തെ പല വികസനങ്ങളും കൊണ്ടുവന്നത്, KSRTC അടക്കമുള്ളവ കൊണ്ടുവന്നത്, ഡ്രൈനേജ് സംവിധാനം അടക്കമുള്ളവ കൊണ്ടുവന്നത് തിരുവനന്തപുരം മഹാരാജാക്കന്മാരാണ്, തിരുവനന്തപുരത്തെ രാജകുടുംബമാണ്. അത് സ്വാഭാവികമായും ഇവിടുത്തെ വോട്ടർമാരുടെ ഉള്ളിലുണ്ട്. അവർക്ക് രാജഭക്തി അതുകൊണ്ട് തന്നെ കൂടുതലുമാണ്. ആ രാജഭക്തിയെ വോട്ടാക്കി മാറ്റുവാൻ ശ്രമിക്കുകയാണ് ബി.ജെ.പി എന്ന് പറയേണ്ടതായുണ്ട്. യു.പിയിൽ ശ്രീരാമനെയാണ് അവർ കൂട്ടുപിടിച്ചിരിക്കുന്നതെങ്കിൽ ഇത്തവണ തിരുവനന്തപുരത്ത് വിജയിക്കുവാൻ അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് പത്മനാഭനെ തന്നെയാണെന്ന് പറയാം. പത്മനാഭദാസനായ ആദിത്യവർമ്മയാണ് മത്സരിക്കുവാൻ പോകുന്നത്. ആ ആദിത്യവർമ്മ മത്സരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ശശി തരൂരിന് ലഭിക്കുവാൻ സാധ്യതയുള്ള വോട്ടുകൾ ഭിന്നിച്ചു പോകുവാനുള്ള സാധ്യതയും ഏറെയാണ്. അത് ദോഷം ചെയ്യുക UDF-നെ തന്നെയാകും. ഒരുപക്ഷെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുവാനുള്ള സാധ്യതയും ഏറെയാണ്. ഇടതുപക്ഷം അവരുടെ കോട്ടയിലെ വോട്ടുകൾ അതേപടി നിലനിർത്തിയാൽ ബി.ജെ.പി ശശി തരൂരിന്റെ വോട്ട് കൂടി കൈക്കലാക്കിക്കൊണ്ട് കഴിഞ്ഞ തവണത്തെ വോട്ടുകൾ കൂടി നിലനിർത്തിയാൽ സ്വാഭാവികമായും ശശി തരൂര് 3ാം സ്ഥാനത്തേക്ക് പോകുവാനുള്ള സാധ്യത ഏറെയാണ്. രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നവരാണ് കൂടുതലെങ്കിൽ ശശി തരൂർ 1ാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുകയും ചെയ്യും. 4ാമതും തിരുവനന്തപുരത്തിന്റെ MP ആയി വരികയും ചെയ്യും. തിരുവനന്തപുരത്തിന്റെ ചരിത്രം മാറുകയും ചെയ്യും. 4 തവണ അടുപ്പിച്ച് തിരുവനന്തപുരത്ത് നിന്നും ഒരാൾ MP ആയിട്ടില്ല. അത്തരത്തിൽ MP ആകുന്ന ആദ്യ വ്യക്തിയായി മാറുകയും ചെയ്യും ശശി തരൂർ. ഇടതുപക്ഷം അവരുടെ കോട്ടകൾ ഭദ്രമാക്കിയാൽ, അതായത് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ശതമാനം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ 3 ഇടങ്ങളിൽ സി ദിവാകരനായിരുന്നു 2ാം സ്ഥാനത്ത്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ സി ദിവാകരൻ 2ാം സ്ഥാനത്ത് വന്നു. ആദ്യം നെയ്യാറ്റിൻകരയിലാണ് സി ദിവാകരൻ ആദ്യം 2ാം സ്ഥാനത്ത് വരുന്നത്. അതായത് ശശി തരൂരിന് 66,834 വോട്ട് നെയ്യാറ്റിൻകരയിൽ നിന്ന് ലഭിച്ചപ്പോൾ സി ദിവാകരന് 37,925 വോട്ടുകൾ നേടി 2ാം സ്ഥാനത്തെത്താൻ സാധിച്ചു. അതുപോലെ തന്നെ സി ദിവാകരൻ 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ് പാറശാല. അവിടെ ശശി തരൂര് 69,944 വോട്ടുകൾ നേടിയപ്പോൾ സി ദിവാകരൻ 47,942 വോട്ടുകൾ നേടി. കോവളത്ത് 73,221 വോട്ട് ശശി തരൂർ നേടിയപ്പോൾ 42,050 വോട്ട് സി ദിവാകരൻ നേടി. പക്ഷേ ഒരിടത്ത് പോലും ഇടതുപക്ഷത്തിന് മുൻപന്തിയിലെത്തുവാൻ സാധിച്ചില്ല, 1ാം സ്ഥാനത്തെത്തുവാൻ സാധിച്ചില്ല. 7 നിയമസഭാ മണ്ഡലങ്ങളിലും നെയ്യാറ്റിൻകരയിലും പാറശാലയിലും കോവളത്തും സി ദിവാകരൻ 2ാം സ്ഥാനത്തായിരുന്നു, ബി.ജെ.പി 3ാം സ്ഥാനത്തും. പക്ഷേ നേമത്ത് ബി.ജെ.പി 1ാം സ്ഥാനത്തായിരുന്നു. ആ മണ്ഡലത്തിൽ മാത്രമാണ് ശശി തരൂർ പിന്നിലേക്ക് പോയത്. ബാക്കി എല്ലായിടങ്ങളിലും ശശി തരൂർ 1ാം സ്ഥാനത്തായിരുന്നു.
നേമത്ത് മാത്രം BJP-യുടെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ 1-ാം സ്ഥാനത്തേക്ക് വന്നു. നേമത്തെ വോട്ട് കണക്ക് ഇങ്ങനെയാണ്. BJP-ക്ക് 58,513 വോട്ട് ലഭിച്ചപ്പോൾ തരൂരിന് 46,472 വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത്. 3-ാം സ്ഥാനത്ത് പോയ ദിവാകരൻ അവിടെ 33,921 വോട്ടുകൾ മാത്രമാണ് നേടിയത്. ഇങ്ങനെയാണ് മണ്ഡലത്തിന്റെ ഒരു കിടപ്പ്. നേമത്തും നെയ്യാറ്റിൻകരയിലും തിരുവനന്തപുരത്തും പാറശാലയിലും കോവളത്തും അടക്കം 7 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ രീതിയിൽ തന്നെയാണ് തരൂര് തന്റെ നിലയുറപ്പിച്ചത്. പക്ഷെ ഇത്തവണ ആദിത്യവർമ്മയാണ് BJP-യുടെ സ്ഥാനാർത്ഥിയെങ്കിൽ അവിടെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ വോട്ടുകൾ ഭിന്നിച്ചു പോകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ബലമായി കാണുന്ന നായരെന്ന മുൻതൂക്കവും വിദ്യാഭ്യാസ യോഗ്യതയും ഹൈന്ദവ വോട്ടുകളും എല്ലാം ശശി തരൂരിൽ നിന്ന് ഭിന്നിച്ചു പോകുവാനുള്ള സാധ്യത ഏറെയാണ്. തീരദേശ മേഖലയാണ് കഴിഞ്ഞ തവണ ശശി തരൂരിന് മുൻതൂക്കം നേടിക്കൊടുത്ത ഒരു ഇടം. അവിടെയെങ്കിലും ശശി തരൂരിന് കൃത്യമായ മേൽക്കൈ ഉണ്ടാക്കുവാൻ സാധിക്കണം. പക്ഷേ അവിടെയും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ കുറച്ചുകൂടി ശക്തനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നുകൊണ്ട് ശക്തമായ രീതിയിൽ തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാനാണ് ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിൽ 2-ാം സ്ഥാനത്തേക്ക് കഴിഞ്ഞ തവണ സി ദിവാകരൻ പിന്തള്ളപ്പെടുവാനുള്ള കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന ഒരു കേരളത്തിലെ ജനതയുടെ ഒരു ബഹുഭൂരിപക്ഷമുള്ള ആളുകളുടെയും ചിന്താഗതിയുടെ ഭാഗമായും അതുപോലെ തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന്റെ ഭാഗമായൊക്കെ ആകാമെന്നാണ് കരുതപ്പെടുന്നത്. ഈ ഫാക്ടറുകളൊക്കെ തെരഞ്ഞെടുപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് ശശി തരൂരിനെ പിന്നോട്ട് വലിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒന്ന്, ആദിത്യവർമ്മയെ സ്ഥാനാർത്ഥിയാക്കിയാൽ വിദ്യാഭ്യാസപരമായി എലൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ വോട്ട്, നായർ വോട്ട്, ഹിന്ദു വോട്ട്, അത്തരത്തിൽ ശശി തരൂരിന്റെ പ്രബലമായ വോട്ടുകളൊക്കെ ഭിന്നിച്ചു പോകാനുള്ള സാധ്യത. സി ദിവാകരനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ശക്തനായ മറ്റൊരു സ്ഥാനാർത്ഥിയോ നിന്നുകൊണ്ട് ശക്തമായി കഴിഞ്ഞ തവണ അവർ 2-ാം സ്ഥാനത്തേക്ക് പോയ തീരദേശ പ്രദേശങ്ങളടക്കം കോവളം അടക്കമുള്ള ഇടങ്ങളിൽ ശക്തമായി തിരിച്ചു വരാൻ ശ്രമിച്ചാൽ, പാറശാലയിലും കോവളത്തും നെയ്യാറ്റിൻകരയിലും ഇടതുപക്ഷം ശക്തമായി വോട്ടുകൾ പിടിച്ചെടുത്താൽ അതും ശശി തരൂരിന് വലിയ ദോഷമായി മാറും. പക്ഷെ രാഷ്ട്രീയപരമായാണ് തിരുവനന്തപുരത്തുകാർ ചിന്തിക്കുക. രാജഭക്തിയേക്കാൾ കൂടുതലായി ശശി തരൂരിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവർ ധാരാളമുണ്ട് തിരുവനന്തപുരത്ത്. അവർ രാഷ്ട്രീയപരമായി ചിന്തിച്ച് ശശി തരൂരിന്റെ യോഗ്യതകളെ പറ്റി ചിന്തിച്ച് വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ശശി തരൂരിനും ഗുണകരമായി മാറുവാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ ഒരു തന്ത്രപരമായ നീക്കമാണ് BJP നടത്തിയിരിക്കുന്നത്. UP-യിൽ ശ്രീരാമനെങ്കിൽ തിരുവനന്തപുരത്ത് അവർ ശ്രീപത്മനാഭനെ കൂട്ടുപിടിക്കുന്നു. ശ്രീപത്മനാഭന്റെ ദാസൻ ആദിത്യവർമ്മ സ്ഥാനാർത്ഥിയാകുന്നു. ശശി തരൂരിന് കുരുക്കു വീഴുന്നു. BJP അധികാരത്തിൽ വരുവാനുള്ള കളമൊരുക്കുന്നു. പക്ഷേ അതിനെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളും ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് അവരുടെ വൃത്തങ്ങളിൽ നിന്ന് അറിയിക്കുന്നത്. എന്തായാലും ശക്തമായ ത്രികോണ മത്സരത്തിന് മാറ്റുകൂടുന്ന ലോക്സഭാ മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അത്തരത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ശക്തനായ സ്ഥാനാർത്ഥി പത്മനാഭദാസൻ സ്ഥാനാർത്ഥിയായി വരുമോ? പത്മനാഭദാസൻ സ്ഥാനാർത്ഥിയായി വന്നാൽ പത്മനാഭദാസനായ ആദിത്യവർമ്മൻ അധികാരത്തിലെത്തുമോ? അതുമല്ല, കാലാകാലങ്ങളായി തിരുവനന്തപുരത്തിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വികസന പാതയിലൂടെ നയിക്കുന്ന ശശി തരൂർ എന്ന വിശ്വപൗരൻ അധികാരത്തിൽ വരുമോ? അതുമല്ല, ഇടതുപക്ഷ പാളയത്തിൽ നിന്ന് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ട് ശക്തമായ രീതിയിൽ പഴയ പ്രൗഢിയോടുകൂടി പന്ന്യൻ രവീന്ദ്രനെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച ലോക്സഭാ മണ്ഡലത്തിൽ വീണ്ടും അദ്ദേഹത്തെ കളത്തിലിറക്കി വീണ്ടും ഇടതുപക്ഷം അധികാരം തിരിച്ചു പിടിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആര് തോൽക്കും, ആര് തകരും, ആര് പിടിച്ചു നിൽക്കും എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.